രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തിബന്ധനം അവതരിപ്പിച്ച ജി സുധാകരന്റെ പേരാണ് ഏകകണ്ഠമായി ഞങ്ങളുടെ മനസ്സിലാക്കുന്നത്. ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടിയെല്ലാം തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് സുധാകരൻ എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നു പല പ്രാവശ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രിയാണ്. വളരെ സംശുദ്ധമായ പൊതുജീവിതമാണ് സുധാകരൻ നയിച്ചിട്ടുള്ളത്. ഞാൻ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട്. ഞാൻ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അഴിമതിയുടെ പേരിൽ ഒരിക്കലും സുധാകരനെതിരായിട്ട് ഒന്നും പറയാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. ചില ദിവസം ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് RSP ഏർപ്പെടുത്തിയ ചന്ദ്രചൂഡൻ അവാർഡ് നൽകിക്കൊണ്ട് നടത്തിയ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു. സംശുദ്ധമായ പൊതുജീവിതം നയിച്ചാണ്. ഇപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളും ആഭ്യന്തര കാര്യങ്ങളും ഇതുപോലുള്ളൊരു പൊതുവേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, ഓരോ പാർട്ടിക്കകത്തും ജനാധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യപരമായി പാർട്ടി അതിൽ അപജയം സംഭവിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന പ്രവർത്തകരെയും നേതാക്കളെയും നമുക്ക് അഭിനന്ദിച്ചേ മതിയോ. അത് നെഹ്റുവിൻ്റെ ഒരു മാതൃകയാണ്. അദ്ദേഹം 3ാം പ്രാവശ്യം AICCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 37-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അദ്ദേഹം ചാണക്യൻ എന്ന തൂലികാനാമത്തിൽ ഒരു ദേശീയ വാരികയിൽ, കൽക്കട്ടയിൽ നിന്ന് മത്സരിക്കുന്ന ദേശീയ വാരികയിൽ നെഹ്റുവിൻ്റേതാണ് ലേഖനമെന്ന് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായി. നെഹ്റു ഏകാധിപതിയായി മാറുന്നു, നെഹ്റു മുഖസ്ഥിതിക്ക് വഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നെഹ്റു തന്നെ തൂലികാനാമത്തിൽ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വയം വിമർശനത്തിന്, ഒരു ആത്മവിമർശനത്തിന് അദ്ദേഹം തയ്യാറായതിന് സൂചനയാണ്. അത് നെഹ്റുവിൻ്റെ മാതൃകയാണ്. നെഹ്റു ഏകാധിപതിയാവുന്നു എന്ന അന്തരീക്ഷത്തിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ജനാധിപത്യപരമായ പാർട്ടികളിലെല്ലാം ഏകാധിപത്യം അവിടെ അരങ്ങ് തകർക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യാൻ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമെന്ന നിലയിലല്ലാത്തൊക്കെ ആളുകൾ. നെഹ്റുവിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്, നെഹ്റു ഇപ്പോൾ പല വിമർശനങ്ങളും വരുന്നു. നെഹ്റുവിനെ 17 വർഷക്കാലം രാജ്യം ഭരിച്ചു. നെഹ്റുവിനെ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? അതുമാത്രമല്ല, നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ അനുഷ്ഠിച്ച ത്യാഗം 9 വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചാണ്. ആ കുടുംബം ഇത്ര സമ്പന്നമായ കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ സമ്പത്ത് മുഴുവൻ രാഷ്ട്രത്തിലാണ് സമർപ്പിച്ചത്. നെഹ്റുവിനെ ആധുനിക ഭാരതത്തിൻ്റെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. കാരണം ഈ രാഷ്ട്രത്തിന് അടിത്തറ പാകിയത്, ജനാധിപത്യത്തിൻ്റെ അടിത്തറ പാകിയത്, മതേതരത്വത്തിൻ്റെ അടിത്തറ പാകിയത്, ഈ രാജ്യം ഒരു മതേതര രാജ്യമായി മാറിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകൾ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവുമാണ്. രാഷ്ട്ര ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത ഞാൻ ഡോക്ടർ അംബേദ്കറെ, അദ്ദേഹത്തെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നു. ഇന്ത്യയിൽ മതേതരത്വത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി, ഞാൻ എല്ലാ യോഗങ്ങളിലും പറയാറുണ്ട്, മഹാത്മാഗാന്ധിയാണ്. നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതിനാണ്. ഗാന്ധിജി ജീവിച്ചിരുന്നാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ നെഹ്റുവിനെ വധിക്കാൻ ആലോചിച്ചതാണ്, പലവട്ടം ശ്രമിച്ചതാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി ആ ഒരു ചട്ടക്കൂട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിൽ നെഹ്റു വഹിച്ച പങ്ക് ആർക്കും മറക്കാൻ കഴിയില്ല. നെഹ്റു അന്ന് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു വിദേശ പത്ര പ്രതിനിധിയുടെ ചോദ്യം, താങ്കൾ നേരിടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തല്ലോ ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഒരു ബഹുവർഗ സമൂഹം, എല്ലാ ജാതി മതങ്ങളും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് എനിക്ക് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ അതികഠിനമായിട്ടുള്ള പ്രയത്നം അതിന് വേണ്ടി വരും. അതാണ് ഞാൻ നേരിടുന്ന വെല്ലുവിളി. ശരിയല്ലേ? അന്ന് ഈ വിഭജനത്തിൻ്റെ ഫലമായി വർഗീയ ലഹളകൾ ആളിക്കത്തുന്നു. അഭയാർത്ഥികളുടെ ഒരു രക്തച്ചൊരിച്ചിൽ ഇന്ത്യയിൽ. ആ സമയത്താണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി മാറുന്നത്.
അതിൽ നെഹ്റു വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. നെഹ്റുവിൻ്റെ പുത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. മറ്റേത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിരുന്നത് സെക്കുലർ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ നെഹ്റുവിൻ്റെ മഹത്വമാണ്. നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും. അതുകൊണ്ട് നെഹ്റുവിൻ്റെ സ്മരണ നിലനിർത്തുകയും പുതിയ തലമുറയ്ക്ക് നമ്മളത് കൈമാറി കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്. നെഹ്റുവിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാം നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എതിർത്തെങ്കിലും പിന്നീട് 91 വന്നപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്ന നെഹ്റുവിയൻ പാതയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് കോൺഗ്രസ് മുന്നോട്ട് വരണം. അവിടെ നെഹ്റുവിൻ്റെ മഹത്വം അവരതാണ് പറഞ്ഞത്. നെഹ്റുവിനെയും ഗാന്ധിജിയെയും എല്ലാം എതിർത്തിരുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാലക്രമത്തിൽ അവരുടെ എല്ലാം മഹത്വത്തെ പ്രശംസിക്കാൻ അഭിനന്ദിക്കാൻ തയ്യാറായി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്ന ഒരു പ്രത്യേകതയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്താനും ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കാനും ആര് ശ്രമിച്ചാലും നടക്കും. കാരണം ഇന്ത്യൻ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന നാമധേയങ്ങളാണ് നെഹ്റു, ഗാന്ധി, അതുപോലുള്ള നമ്മുടെ ബഹുസ്വരതയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര നായകൻ. എനിക്ക് പലപ്പോഴും മധ്യത്തിൽ നെഹ്റു ഗാന്ധിജിയും ഇടത്തും വലത്തും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദ് നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ തോന്നും അതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ചിഹ്നം, അടയാളം, ഇന്ത്യൻ ബഹുസ്വരതയുടെ അടയാളമാണ്. അത്തരത്തിൽ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സുധാകരനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നെഹ്റുവിനെതിരായി വരുന്ന വിമർശനങ്ങളെയും എതിർപ്പുകളെയും നമ്മൾ 2014 ശേഷം എത്രയോ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരുമൂർത്തി ഭവനെ അതിൻ്റെ പേര് നെഹ്റുവിൻ്റെ സ്മാരകം എന്നുള്ളത് മാറ്റി പ്രൈം മിനിസ്റ്റേഴ്സ് സ്മാരകമാക്കിയപ്പോൾ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിലതൊക്കെ നമ്മളെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ ഈ തിരുവനന്തപുരത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നെഹ്റുവിനെതിരായിട്ടുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ 1 ഡസനിലധികം പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നടത്തി. ഞാൻ ഓർക്കുക. ഇപ്പോൾ ഖേദകരമായ ഒരു വസ്തുത കൂടി പറയട്ടെ. നെഹ്റുവിനെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്, ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ ബി ജെ പി ഗവൺമെൻറ്റും BJPയും ഇകഴ്ത്താനും തമസ്കരിക്കാനും ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ സമുന്നതരായ നേതാക്കൾ നെഹ്റുവിനെ ഇകഴ്ത്താനും അദ്ദേഹത്തെ വിമർശിക്കാനും ഉൾപ്പെടുമ്പോൾ അത് നോക്കിയിരിക്കാനും അത് കണ്ടില്ല എന്ന് ഭാവിക്കാനും, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾ, ഞാൻ നെഹ്റുവിൻ്റെ ഒരു ആരാധകനാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നതാണ്. അടുത്ത കാലത്ത് നമ്മുടെ MP ശശി തരൂർ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ്. അവർ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ബർത്ത് റൈറ്റ്, ജന്മാവകാശം അവരനുഭവിക്കുന്നു. മറ്റു പല രാഷ്ട്രീയക്കാരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നത്? ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്താണ്? ആ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പങ്കെന്താണ്? ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എന്താണ്? ഇവരെല്ലാം അവരവരുടെ കഴിവുകൊണ്ട് അവരവരുടെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാ സ്ഥാനത്തേക്കും എത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധി കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. അച്ഛൻ്റെ മകളായതുകൊണ്ട് മാത്രമാണോ? അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ഞങ്ങളെല്ലാം കൂടി കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഭർത്താവ് മരിച്ച് അവർ സ്വകാര്യതയുടെ ഏകാന്തതയിൽ വിശ്രമിക്കുമ്പോഴാണ് അവരെ കൈപിടിച്ചു കൊണ്ടുവന്നാണ് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തുമാത്രം സാഹസികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്തെല്ലാം വിട്ടുവീഴ്ചകളും നീക്കുപോക്കുകളും ഉണ്ടാക്കി അദ്ദേഹത്തിന് കടന്നു വരാൻ അവസരമുണ്ടായിട്ടും തൻ്റെ സ്വന്തം പാർട്ടിയെ ഒറ്റയ്ക്ക് ശക്തിപ്പെടുത്താനുള്ള ശ്രമമല്ലേ? അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കുടുംബാധിപത്യം എന്ന് വിമർശിക്കുന്നത് വാസ്തവത്തിൽ വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ്. അപ്പോൾ ശശി തരൂര് വാസ്തവത്തിൽ അദ്ദേഹം അത് മാത്രമല്ല,
എന്നെ ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അമർഷമുണ്ടാക്കിയത് അതിനുശേഷം ഒരു പ്രസ്താവന വന്നു. BJPയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എഴുത്തിയതാരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി. വാസ്തവത്തിൽ തലമുറ എണ്ണ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിലാണ് ശ്രീ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ കാലമാത്രമേ ഞാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതാണ്. അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ്. ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിമർശിക്കാം. ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ BJP കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത്, കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത്, അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ പറയാൻ നിർബന്ധിതരായത് കാരണം BJP നടത്തുന്ന പ്രചരണം അല്ലെങ്കിൽ നെഹ്റു വിരുദ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രചരണത്തെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമുന്നതരായ നേതാവ് ഞാൻ വാസ്തവത്തിൽ പരസ്യ പ്രസ്താവന കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വിലക്കി. ഇന്ന് ഇത് പറയാൻ ഞാൻ തിരഞ്ഞെടുത്തത് നെഹ്റു സെൻറ്ററിൻ്റെ ഒരു പരിപാടിയായതുകൊണ്ട് സുധാകരനെ പോലുള്ള ഒരാളെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവാർഡ് നൽകി സംരക്ഷിക്കുമ്പോൾ അപ്പം അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണല്ലോ. അദ്ദേഹം എല്ലാ കാലത്തും ഞാൻ ആദ്യമായിട്ട് ഓർമ്മ കേരള കൗമുദിയിൽ അദ്ദേഹത്തിൻ്റെ നെഹ്റുവിൻ്റെ ചരമദിനത്തിലാണ് ഒരു ലേഖനം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിച്ചു. കാരണം ഞങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ആരാധിക്കുന്നവർ എഴുതുന്ന ലേഖനത്തെക്കാൾ വളരെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ വളരെ ആദർശത്തിനോട് കൂടി അദ്ദേഹം പറഞ്ഞു, നെഹ്റുവിനോടുള്ള എൻ്റെ ആരാധനയും എൻ്റെ അഭിപ്രായവുമാണ് ഞാൻ തുറന്നു കഴിഞ്ഞു. നെഹ്റു സെൻറ്ററിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം 2-3 വർഷം മുമ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങും. അപ്പോൾ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ നെഹ്റുവിനെ ആദരിക്കുകയും നെഹ്റുവിനെ ഈ തമസ്കരിക്കാനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ MA ബേബി, തോമസ് ഐസക്, പണ്ട് TK നായനാർ, എത്ര ആളുകളാണ് നമ്മുടെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത് നെഹ്റുവിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒരു വിമർശനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായാൽ അതിനെങ്ങനെ മറുപടി പറയാതിരിക്കാൻ കഴിയും? ഇതുപോലെ നെഹ്റു. അതുകൊണ്ട് ഞാനൊരു കാര്യം വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ MP-യോട് എനിക്ക് പറയാൻ അവകാശമുള്ളതുകൊണ്ട് പറയാം. നെഹ്റു വിരുദ്ധ പ്രചരണം, നെഹ്റുവിൻ്റെ പ്രതിച്ഛായ പുതിയ തലമുറയുടെ മുമ്പിൽ തകർക്കാനുള്ള പ്രചരണം അദ്ദേഹം നടത്തിയാൽ ഞങ്ങൾ നെഹ്റു സെൻറ്റർ ചെറിയ സംഘടനയാണെങ്കിൽ ഞങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ശ്രീ ശശി തരൂരിൻ്റെ ആദർശരാഹിത്യവും അവസരവാദപരവുമായ ഈ നിലപാടുകൾക്കെതിരായി ഞങ്ങൾ പ്രചരണം നടത്താൻ നിർബന്ധിതരാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയും. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ സുധാകരനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു ജനാധിപത്യത്തിന് നേരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അപജയങ്ങൾക്കും എതിരായിട്ടുള്ള അദ്ദേഹം അത് ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തമ്പാൻ അദ്ദേഹത്തെ കവി എന്ന നിലയിൽ തീർച്ചയായിട്ടും സാഹിത്യകാരൻ എന്ന നിലയിലുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കുണ്ട്. പക്ഷേ നെഹ്റുവിയൻ ആശയങ്ങൾ ചിന്തയിലും പ്രവൃത്തിയിലും പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നത് എന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.